പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണഖനിയായ ഇറാനിലെ സർഷുറാൻ സ്വർണ്ണഖനിയിൽ വൻതോതിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തി. നേരത്തെ 27 ടൺ സ്വർണ്ണ അയിരുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇപ്പോൾ 50% കൂടുതൽ സ്വർണം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് പ്രധാനം? ഇതുമൂലം എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത്? ഭൂമിയുടെ പല ഭാഗങ്ങളിലും ധാതുക്കളായി സ്വർണം കുഴിച്ചിട്ടിരിക്കുന്നു. അത് ഖനനം ചെയ്ത് വേർതിരിച്ചെടുക്കുന്നു. ഇതിനായി ലോകത്ത് നിരവധി ഖനികളുണ്ട്. കർണാടകയിലെ KGF ഖനി പോലും അങ്ങനെയായിരുന്നു. എന്നാൽ അവിടെയുള്ള സ്വർണം വേർതിരിച്ചെടുക്കാൻ ചെലവ് കൂടിയതിനാൽ ഖനി അടച്ചു. എന്നിരുന്നാലും ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രീതിയിൽ സ്വർണം ഖനനം ചെയ്യുന്നു. അതുപോലെ ഇറാനും ഒരു സ്വർണ്ണ ഖനിയുണ്ട്. അതാണ് സർഷൂരാൻ. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇവിടെ സ്വർണ്ണ ഖനനം നടക്കുന്നുണ്ട്. അതേസമയം അടുത്തിടെ നടത്തിയ ഒരു പരിശോധനയിൽ മുമ്പ് പ്രവചിച്ചതിലും കൂടുതൽ സ്വർണത്തിന്റെ ധാതുക്കൾ കണ്ടെത്തി. ഇതിലൂടെ സർഷൂരാൻ ഖനിയിൽ നിന്ന് കൂടുതൽ സ്വർണം ഖനനം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. കൂടാതെ വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ ഇതിലൂടെ തൊഴിലവസരം വർദ്ധിപ്പിക്കാനും കഴിയും. ഈ പ്രദേശത്ത് 27 ദശലക്ഷം മെട്രിക് ടൺ സ്വർണത്തിന്റെ ധാതുക്കൾ ഉണ്ടാകുമെന്ന് നേരത്തെ പ്രവചിക്കപ്പെട്ടിരുന്നു. എന്നാൽ പുതിയ പഠനത്തിൽ ഖനിയിൽ 4.3 ദശലക്ഷം മെട്രിക് ടൺ സ്വർണത്തിന്റെ ധാതുക്കൾ ലഭ്യമാകുമെന്നും ഖനിയുടെ ആയുസ് 25 വർഷത്തിൽ നിന്ന് 65 വർഷമായി വർദ്ധിച്ചതായും സർഷുറാൻ മൈനിങ് കമ്പനി എക്സിക്യൂട്ടീവ് ചെയർമാൻ മുഹമ്മദ് പർവീന്റെ നേതൃത്വത്തിൽ അടുത്തിടെ നടത്തിയ പഠനത്തിൽ സൂചിപ്പിക്കുന്നു. ഇറാനിലെ കിഴക്കൻ അസർബൈജാൻ പ്രവിശ്യയിലാണ് ആനന്ദ് ശ്രീനിവാസൻ ഖനി സ്ഥിതി ചെയ്യുന്നത്. വൻതോതിലുള്ള സ്വർണ്ണ അയിരിന്റെ സാന്നിധ്യം തെളിയിക്കപ്പെട്ടതോടെ മേഖലയിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനും അതുവഴി തൊഴിലവസരങ്ങൾ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഖനി ചെയർമാൻ പർവീൻ ചൂണ്ടിക്കാട്ടി. സർഷുറാൻ ഖനി പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഖനിയാണ്. ഇറാന്റെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇറാനിയൻ മൈനിങ് ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ ഓർഗനൈസേഷനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇറാനിൽ ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നതും ഇവിടെ നിന്നാണ്. പ്രതിമാസം 100 കിലോയിലധികം സ്വർണവും പ്രതിവർഷം 1 ദശലക്ഷം ടണ്ണിലധികം സ്വർണവും ഇവിടെ നിന്ന് മാത്രം ഖനനം ചെയ്യപ്പെടുന്നു. പാശ്ചാത്യ രാജ്യങ്ങൾ ഇറാനെതിരെ നിരവധി സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം ക്രൂഡ് ഓയിൽ കയറ്റുമതി ചെയ്യാനാകാതെ ഇറാൻ വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. അത് നേരിടാൻ ഇറാൻ അതിന്റെ ഖനന മെറ്റലർജിക്കൽ മേഖല വിപുലീകരിക്കാനും അവയിൽ നിന്ന് കൂടുതൽ വേർതിരിച്ചെടുക്കാനും പദ്ധതിയിടുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇറാൻ ഖനിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഇറാൻ പദ്ധതിയിട്ട പോലെ ഖനിയിൽ നിന്നും കൂടുതൽ സ്വർണം വേർതിരിച്ചെടുക്കാൻ കഴിഞ്ഞാൽ ഇറാനിയൻ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ അത് സഹായിക്കും.